ബീഹാറിലാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, അവർ ഉറപ്പ് കൊടുത്തു ഞങ്ങളെല്ലാ FIR പിൻവലിക്കുന്നു എന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി. അതും CJPയുടെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ്. അസമും അങ്ങനെ തന്നെ പറഞ്ഞു. അസമും അത് ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചോ? മുഴുവൻ കേസുകളും പിൻവലിച്ചോ? ഇനി ആർക്കെങ്കിലും എതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസുകളിൽ പെടുത്തി അവരെ കൊടുക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ടോ? ഇന്ന് ഐസ നേതാവ് നേഹ ബോറ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണണം. അവർ ഇത് അന്വേഷിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ബീഹാറിൽ അങ്ങനെയെല്ലാം പിൻവലിച്ചിട്ടില്ല. ചില മതപരമായ പേരുകൾ ഉള്ള ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം പേരുകളുള്ള ആളുകൾക്കെതിരെ എടുത്ത കേസുകൾ നിലനിർത്തുന്നു. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇതുൾപ്പെടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെയാണ് കാണേണ്ടത് ബംഗാളിൽ കഴിഞ്ഞ 24-ാം തീയതി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന മാർച്ച്, കൊൽക്കത്തയിൽ നടന്ന മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് എടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല. അതിൽ ഈ സർക്കാർ പറയുന്നത് എന്താണ്? സ്റ്റുഡൻസ് അല്ല എന്നാണ്. വേറെ ചില മിസ്ക്രിയൻസ് അതിനകത്ത് പങ്കെടുത്തു, അവരെയാണ് ഞങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അവർക്കെതിരായിട്ടുള്ള കേസുകൾ ഞങ്ങൾ തുടരും. ഇന്നലെ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് അവരെ ഞങ്ങൾ പുറത്താക്കും, അവരെ ബംഗാളിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും എന്നാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഈ 2 പ്രതിനിധികളെ അയച്ച്, 2 മന്ത്രിമാരെ അയച്ച് ഇവരുമായിട്ട് ധാരണയുണ്ടാക്കി ഇന്നിപ്പോൾ രേഖാമൂലം അത് ഒപ്പിട്ട് കൈമാറുന്നതോടുകൂടി അവസാനിക്കുമെന്ന് നമ്മൾ കരുതിയ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അവർ അവരുടേതായ രീതികളിൽ പല മട്ടിലുള്ള ഓപ്പറേഷൻസിലൂടെ ഈ വിദ്യാർത്ഥികളെ അങ്ങും ഇങ്ങും ഭീഷണിപ്പെടുത്തുകയോ അവരെ കസ്റ്റഡിയിലെടുക്കുകയോ അവർക്കെതിരായി കേസുകൾ സ്ലാപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുകയാണ്. അത് മറ്റെവിടെയെങ്കിലുമൊക്കെ മറ്റേതൊക്കെ രീതികളിൽ നടക്കുന്നുണ്ട് നമുക്കറിയില്ല. എന്തായാലും ബീഹാറിലും ബംഗാളിലും ഇത് പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ വളരെ പ്രധാനമായി. സുപ്രീം കോടതി ബേസിക്കലി അന്നത്തെ പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അത്രയധികം കടന്ന നടപടി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷന് നേരെ അല്ലെങ്കിൽ ഒരു സമരത്തിന് നേർക്ക് എടുക്കുന്നത് എത്ര കണ്ട് വലിയൊരു അതിക്രമമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് സുപ്രീം കോടതി അതിനെ കണ്ടത്. തുടക്കത്തിൽ അവർ സ്വീകരിച്ചിരുന്ന നിലപാടുകളൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വളരെ കർശനമായ നിലയിലേക്ക് വന്നതെന്ന് നമ്മൾ കാണണം. അപ്പോൾ അതുൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴും ഈ വിദ്യാർത്ഥികളെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വേട്ടയാടാനുള്ള സ്കീം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന. ഇപ്പോൾ നജീബ് എന്നല്ല പേര്, അവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ വന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ജുനൈദിൻ്റെ വീട്ടിൽ ചെന്ന് അവരെ കസ്റ്റഡിയിലെടുക്കാനും മറ്റുമൊക്കെ അവിടെ റെയ്ഡ് നടത്താനും ഒക്കെ നടത്തിയ ശ്രമം ഇവരുടെ തന്നെ ഈ വിദ്യാർത്ഥി നേതാക്കളുടെ തന്നെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് കൂടുതൽ അതിലേക്ക് പോകാതിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് CJPയുടെ ഇപ്പോഴത്തെ അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് എൻഷുർ ചെയ്യുകയാണ്. അത് എൻഷുർ ചെയ്യാതെ അവർ ഈ സമരം അവസാനിപ്പിച്ചു എന്ന് പറയാനേ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവരങ്ങനെ തന്നെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഐഷിയുടെ കേസ് പോലും അവരിപ്പോൾ ഈ ഏറ്റെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടെക്നിക്കലി അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലായിരിക്കാം, പക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള പ്രതികാര നടപടികൾ ഏത് വിധത്തിൽ വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ഈ വിഷയത്തിൽ എടുക്കേണ്ടി വരും. അതുകൂടി റെസിസ്റ്റ് ചെയ്ത് അതിനെക്കൂടി ചെറുത്ത് തോൽപ്പിച്ചാൽ മാത്രമേ ഈ സമരം പൂർണ്ണമായി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയൂ എന്നാണ് ഞാൻ കരുതുന്നത്.